ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പ്രിൻസസ് കട്ടിൽ എയർലൈൻ മോഡൽ കുർത്തി എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്. ഇത് എൻ്റെ അളവിലാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചും ലെങ്ത്ത് 7 ഇഞ്ചും ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് പ്രിൻസസ് കട്ട് എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഷോൾഡറിൽ നിന്ന് താഴേക്ക് ആ കൈക്കുഴീൻ്റെ അവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ബട്ടൺസിൻ്റെ അവിടെ നിന്ന് ആ 10 ഇഞ്ചിലേക്ക് ഒരു 4 ഇഞ്ചും ആ 4 ഇഞ്ച് താഴെ വരെ ഇതേപോലെ 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നെക്കാണ് അടയാളപ്പെടുത്തുന്നത്, ബാക്ക് നെക്ക്. ബാക്കിലത്തെ നെക്ക് നമ്മൾ കോളർ വെക്കുന്നതുകൊണ്ട് ഇവിടെ വിഡ്ത്ത് നെക്കിൻ്റെ വിഡ്ത്ത് 3.25 ഇഞ്ചും ലെങ്ത്ത് ഒരു ഇഞ്ചും മാത്രമേ എടുക്കുന്നുള്ളൂ. കോളർ വെക്കുന്നതുകൊണ്ട് അത്രയേ എടുക്കുന്നുള്ളൂ. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 14 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ലേസ് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലീവ് 2 ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ബോട്ടം സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്, മിഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രിൻസസ് കട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും സെയിം ആണ്, ഒരേപോലെ തന്നെയാണ്. അങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഉൾവശത്ത് വേണമെങ്കിൽ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല, ലൈനിങ് വെക്കാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഫ്രണ്ടും ബാക്കും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3.25 ഇഞ്ച് എടുക്കാം വിഡ്ത്ത്, ലെങ്ത്ത് ഒരു 5 ഇഞ്ച് എടുക്കാം. എന്നിട്ടത് റൗണ്ടിൽ കട്ട് ചെയ്യാം. ഫ്രണ്ട് സൈഡ് നമ്മൊരു വി ഷേപ്പിൽ വേറൊരു ക്ലോത്ത് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കൈക്കുഴി ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയിൽ ചുരുക്കമൊന്നും ഇല്ലാണ്ട് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് നമ്മളിത് ഈ പീസ് വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത പീസ് സൈഡൊക്കെ ഒന്ന് അടിച്ചിട്ട് അതൊന്ന് ഉള്ളിലേക്ക് മറിച്ചിട്ടൊടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉൾവശത്തൊരു പീസും കൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്തിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചുറ്റും അളന്നു കൊടുക്കാം. എത്രത്തോളം അതിൻ്റെ കോളറിന് എത്ര തുണി വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് അളന്ന് നോക്കുമ്പോൾ എനിക്ക് 21 ഇഞ്ചാണ് കിട്ടുന്നത്. 3 ഇഞ്ച് വീതിയാണ് ഞാൻ അതിനെടുക്കുന്നത്. കോളറിൻ്റെ ക്ലോത്തിന് നല്ല വശം ചേർത്ത് വെച്ചിട്ട് അത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും അതുപോലെ തന്നെയാണ്. അതിൻ്റെ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് നേരെ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മോശം വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുള്ള കോളർ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കോളറൊക്കെ റെഡിയായി. ഞാൻ ഒരു പീസ് ഉണ്ടല്ലോ അത് ഉൾവശത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സ്ലീവിന് ലേസ് വെച്ച് കൊടുക്കണം. അങ്ങനെ അതായത് തുണിയുടെ നല്ല വശത്ത് ലേസിൻ്റെ മോശം വശം വെച്ച് കൊടുക്കാം. താഴെ വരെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഞാനിതിന് ലൈനിങ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് അതിനെ മറിച്ചിട്ട് കൊടുക്കുന്നതല്ല, അതിനെ നേരെ ആക്കിയിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് ഒരു 5 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് താഴെ ഭാഗം ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്ത സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. സ്ലീവിന് ഫ്രിൽസ് ഇട്ടിട്ടും ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഞാനിതിന് ഫ്രിൽസ് ഒന്നും ഇടുന്നില്ല, നോർമൽ സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത്. സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 സ്ലീവും ഇതേപോലെ അറ്റാച്ച് ചെയ്യാം. താഴെ ഭാഗത്തും ഇതേപോലെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴെ വരെ അങ്ങനെ ചെയ്തെടുക്കാം. അതും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ലേസ് ഇങ്ങനെ പൊങ്ങി കിടക്കില്ല, നല്ല നീറ്റായിട്ട് കിടക്കും. പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ബോഡി നല്ല ഷേപ്പായിട്ട് കിടക്കും ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഈ സ്ലീവും അറ്റാച്ച് ചെയ്തു. നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അവരവരെ അളവിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് അങ്ങനെ വിട്ടിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫുൾ താഴെ വരെ അതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. താഴെ എത്തുന്നതോറും ഒരു ഇഞ്ച് വിട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡും അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിഭാഗവും അതേപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞു, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.